ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി 1 കിലോ സ്വർണം കവർന്നെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോകാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ SIT സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി 2 ആഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ ആസൂത്രകൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വ്യക്തമാക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. 1 കിലോയോളം സ്വർണം പോറ്റി അടിച്ചുമാറ്റി. അനേക ലക്ഷം അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തി. തട്ടിപ്പിൽ സ്മാർട്ട് ക്രിയേഷന് കൃത്യമായ പങ്കുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കസ്റ്റഡി അപേക്ഷയുടെ വിവരങ്ങളും പുറത്തുവന്നു. സ്പോൺസർമാരിൽ നിന്നും വലിയ അളവിൽ സ്വർണം തട്ടിയെടുത്ത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ വിവിധയിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രദർശിപ്പിച്ചതായി കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. സംസ്ഥാനത്തിന് പുറത്തെത്തിച്ച് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അനിവാര്യമെന്നും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയിൽ അറിയിച്ചു. അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ. ശാരീരികാവശതകളുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അധിക ദിവസം കസ്റ്റഡിയിൽ വിടരുതെന്ന പ്രതിഭാഗം ആവശ്യം തള്ളിയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. കോടതിക്ക് പുറത്തിറങ്ങിയപ്പോൾ ഇതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ജീപ്പിൽ കയറുന്നതിനിടെ BJP പ്രവർത്തകൻ പോറ്റിക്ക് നേരെ ചെരിപ്പെറിഞ്ഞു. ശക്തമായ പോലീസ് കാവലിനിടെയായിരുന്നു പ്രതിഷേധം. മീഡിയ 1 പത്തനംതിട്ട.